ഹരി ഓം. ശ്രീമദ് ഭഗവത്ഗീത 15-ാം അധ്യായം പുരുഷോത്തമയോഗത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് കടക്കുന്നു. ഗ്രഹിക്കാൻ പ്രയാസമുള്ള ഭഗവത് തത്വത്തെ മനസ്സിലാക്കാൻ ഉപകരിക്കുന്ന 4 ശ്ലോകങ്ങളാണ് 12 മുതൽ 15 വരെയുള്ള ശ്ലോകങ്ങൾ. ആത്മാവ് എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്ന ചൈതന്യമാണ്, എല്ലാത്തിൻ്റെയും നിലനിൽപ്പിന് ആധാരമായതാണ്, എല്ലാത്തിനെയും സചേതനമാക്കുന്നതും എല്ലാവരിലും കുടികൊള്ളുന്നതുമാണ് എന്നെല്ലാം ഈ ശ്ലോകങ്ങളിലൂടെ വ്യക്തമായി. സൂര്യൻ, ചന്ദ്രൻ, ഭൂമി, ശരീരം, മനസ്സ്, ബുദ്ധി എന്നീ ഉപാധികളിലൂടെ പ്രകടമാകുന്ന പരമാത്മാവിൻ്റെ പ്രഭാവത്തെയാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. നിരുപാധികമായ, അതായത് ഉപാധികളില്ലാത്ത, സർവഗതമായ, നിത്യമായ പരമ്പൊരുളിൻ്റെ സ്വരൂപത്തെ കാണിച്ചു തരുന്ന ശ്ലോകങ്ങളാണ് ഇനി വരുന്നത്. അവയിൽ പുരുഷോത്തമ ശബ്ദത്തെ സമർത്ഥിക്കുന്നത് ഇനി നമുക്ക് കേൾക്കാം. അടുത്തതായി 16-ാമത്തെ ശ്ലോകം. ദ്വാവിമൗ പുരുഷൗ ലോകേ ക്ഷരശ്ചാക്ഷര ഏവ ച ക്ഷര സർവാണി ഭൂതാനി കൂടസ്ഥോക്ഷര ഉച്യതേ. ലോകേ, ഈ ലോകത്ത്, ക്ഷരഃ ച, ക്ഷരമെന്നും, അക്ഷരഃ ച, അക്ഷരമെന്നും, ഇമൗ ദ്വൗ ഏവ, ഈ 2 തന്നെ, പുരുഷൗ, പുരുഷന്മാർ അല്ലെങ്കിൽ പുരുഷപ്രകൃതികൾ, തത്ര, അതിൽ, ഭൂതാനി സർവാണി, ഭൂതങ്ങളെല്ലാം, ക്ഷരഃ, ക്ഷരമാകുന്നു, കൂടസ്ഥഃ, കൂടസ്ഥൻ, അക്ഷരഃ, അക്ഷരമെന്നും, ഉച്യതേ, പറയപ്പെടുന്നു. ലോകത്തിൽ ക്ഷരമെന്നും അക്ഷരമെന്നും 2 പുരുഷന്മാരുണ്ട്. ഭൂതങ്ങളെല്ലാം ക്ഷരമാകുന്നു, കൂടസ്ഥൻ അക്ഷരം എന്നും പറയപ്പെടുന്നു. നശിക്കുന്നതും നശിക്കാത്തതുമായി പരമാത്മാവിന് 2 ഉപാധികളുണ്ട്. ഇവിടെയുള്ള സൃഷ്ടിവർഗങ്ങളുടെയെല്ലാം ശരീരാംശം നാശ ഉപാധിയിൽ പെടുന്നു. അവയിൽ അടങ്ങിയിരിക്കുന്ന ആത്മാംശം നശിക്കാത്ത ഉപാധിയിലും പെടുന്നു. നശ്വരോപാധിയെ അല്ലെങ്കിൽ നശിക്കുന്ന ഉപാധിയെ ക്ഷരപുരുഷൻ എന്നും അനശ്വര ഉപാധിയെ അക്ഷരപുരുഷൻ എന്നും പറയുന്നു. പര, അപര എന്നീ 2 പ്രകൃതികളെപ്പറ്റി നമ്മൾ മുമ്പ് പഠിച്ചതിൽ പരാപ്രകൃതി അക്ഷരപുരുഷനും അപരാപ്രകൃതി ക്ഷരപുരുഷനും ആകുന്നു. അക്ഷരപുരുഷൻ എല്ലാ ജീവികളിലും പൊതുഘടകമാണ്. ആത്മാവ് നശ്വര വസ്തുക്കൾക്കിടയിൽ അനശ്വരമായി നിലകൊള്ളുന്നു. കൊല്ലൻ്റെ ആലയിലെ കൂടം സ്വയം മാറാതെ അതുമായി ബന്ധപ്പെടുന്ന ലോഹക്കഷണങ്ങളെ പല രൂപത്തിലാക്കി മാറ്റുന്നതുപോലെ സ്വയം മാറാതെ എല്ലാ മാറ്റങ്ങളെയും അറിയുന്നവനാണ് അക്ഷരപുരുഷൻ. പരമ്പൊരുൾ ക്ഷരത്തിനും അക്ഷരത്തിനും അതീതമാണ് എന്ന് പറയുന്ന 17-ാമത്തെ ശ്ലോകം നോക്കാം. ഉത്തമ പുരുഷസ്ത്വന്യഃ പരമാത്മേത്യുദാഹൃതഃ യോ ലോകത്രയമാവേശ്യ ബിഭർത്യവ്യയ ഈശ്വരഃ. പരമാത്മാ ഇതി, പരമാത്മാവെന്ന്, ഉദാഹൃതഃ, അറിയപ്പെട്ടവനായി, അവ്യയഃ, നാശരഹിതനായ, യഃ, ഈശ്വരൻ, ഏതൊരീശ്വരൻ, ലോകത്രയം, 3 ലോകത്തെയും, ആവിശ്യ, പ്രവേശിച്ച്, ബിഭർത്തി, ഭരിക്കുന്നുവോ, സഹ ഉത്തമഃ, ആ ഉത്തമനായ, പുരുഷഃ തു, പുരുഷനാകട്ടെ, അന്യഃ, വേറെയാകുന്നു. എന്നാൽ ക്ഷരാക്ഷര പുരുഷന്മാരിൽ നിന്നും ഭിന്നനത്രേ പരമാത്മാവ് എന്ന് പറയപ്പെടുന്ന ഉത്തമ പുരുഷൻ. അവ്യയനായ ആ ഈശ്വരൻ 3 ലോകങ്ങളെയും വ്യാപിച്ച് താങ്ങി നിർത്തുന്നു. പരമാത്മാവാണ് ലോകങ്ങളുടെ മുഴുവൻ പരമകാരണം എന്ന് ഗീതാശാസ്ത്രം ഉപദേശിക്കുന്നു. ഇവിടെ ഉത്തമ പുരുഷനായ പരമാത്മാവ് 3 ലോകങ്ങളെയും പ്രവേശിച്ച് ഭരിക്കുന്നു എന്ന് പറയുമ്പോൾ കാരണം കാര്യമായി കാണപ്പെടുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ലോകകാരണമായ പരമാത്മാവ്
ലോകമായി ഉള്ളും പുറവുമായി വ്യാപിച്ച് കാണപ്പെടുന്നു എന്നർത്ഥം. 3 ലോകങ്ങൾ എന്നാൽ ഭൂലോകം, ഭുവർലോകം, സ്വർലോകം, അല്ലെങ്കിൽ സ്ഥൂലം, സൂക്ഷ്മം, കാരണം, അല്ലെങ്കിൽ ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്നൊക്കെ വ്യാഖ്യാനിക്കാം. ലോകം എന്നതിന് അനുഭവ മണ്ഡലം എന്നാണ് അർത്ഥം. 3 അവസ്ഥകളിലും നമ്മുടെ അനുഭവങ്ങളെ പ്രകാശിപ്പിക്കുന്നത് പരമാത്മാവാണ്. ക്ഷരപുരുഷൻ, അക്ഷരപുരുഷൻ, ഉത്തമ പുരുഷൻ എന്ന് 3ആയി വ്യവഹരിക്കുന്നുവെങ്കിലും സത്യത്തിൽ ഏകനായ പരമ്പൊരുൾ മാത്രമാണുള്ളത്. ഒരു ഉദാഹരണം പറയാം. ഒരു മുറിയിൽ ഒരു കുടം വച്ചിരിക്കുന്നു. ആ കുടത്തിനകത്തെ ആകാശം അഥവാ സ്പേസ് ഘടാകാശം. മുറിയിലെ ആകാശത്തെ സംബന്ധിച്ച് ഈ ഘടാകാശം ചെറുതാണ്. മുറിയിലെ ആകാശമോ പുറമേയുള്ള മഹാകാശത്തിൻ്റെ ഒരു ചെറിയ അംശം മാത്രം. ഘടാകാശം, മുറിയിലെ ആകാശം, മഹാകാശം എല്ലാം ഭിന്നമാണ് എന്ന് നമുക്ക് തോന്നുന്നത് അവയുടെ ഉപാധികൾ കുടവും മുറിയും മൂലമാണ്. കുടം ഉടയുകയും ചുമരുകൾ നീക്കം ചെയ്യുകയും ചെയ്താൽ പിന്നെ ശേഷിക്കുന്നത് മഹാകാശം മാത്രമാണ്. അതുപോലെ ഉപാധികൾ നീങ്ങിയാൽ ക്ഷരപുരുഷനില്ല, അക്ഷരപുരുഷനില്ല, ഏകമായ പരമ്പൊരുൾ മാത്രം അവശേഷിക്കുന്നു. എല്ലാത്തിലും ശ്രേഷ്ഠമാകയാൽ, ഉത്തമമാകയാൽ പരമ്പൊരുളിനെ പുരുഷോത്തമൻ എന്ന് പറയുന്നു. ഈ നിർവചനത്തെ സാധൂകരിച്ചുകൊണ്ട് ഭഗവാൻ സ്വയം പ്രദർശിപ്പിക്കുന്ന ശ്ലോകമാണ് അടുത്തത്, 18ാമത്തെ ശ്ലോകം. യസ്മാക്ഷരമതീതോഹം അക്ഷരാദഭിജോത്തമഃ അതോസ്മി ലോകേ വേദേ ച പ്രഥിതഃ പുരുഷോത്തമഃ. യസ്മാത് യാതൊന്ന് ഹേതുവായിട്ട്, അഹം ഞാൻ, പരമാത്മാവ്, ക്ഷരം ക്ഷരപ്രകൃതിയെ, അതായത് നശ്വര പ്രപഞ്ചത്തെ, അതീതഃ അതിക്രമിച്ചവനും, അക്ഷരാത് അഭി അക്ഷരത്തെക്കാളും, ഉത്തമഃ ച ഉത്തമനുമായിരിക്കുന്നുവോ, അതഃ ഇതുകൊണ്ട്, ലോകേ ലോകത്തിലും, വേദേ ച വേദത്തിലും, പുരുഷോത്തമഃ പുരുഷോത്തമൻ എന്ന് പ്രഥിതഃ പ്രഖ്യാതനായിരിക്കുന്നു. യാതൊന്ന് ഹേതുവായിട്ട് ഞാൻ ക്ഷരത്തെ അതിക്രമിച്ച് നിൽക്കുന്നു, കൂടാതെ അക്ഷരത്തിൽ നിന്നും ശ്രേഷ്ഠനുമാകുന്നു. അതുകൊണ്ട് ഞാൻ ലോകത്തിലും വേദത്തിലും പുരുഷോത്തമൻ എന്ന് പ്രസിദ്ധനാകുന്നു. നശ്വര പ്രപഞ്ചത്തിനും, അതായത് ക്ഷരപുരുഷനും ചൈതന്യപ്രകൃതിക്കും അഥവാ അക്ഷരപുരുഷനും അപ്പുറമാണ് പരമാത്മാവ്, ഉത്തമവുമാണ്. അങ്ങനെ ക്ഷരാക്ഷര പുരുഷന്മാരെ, ജഡചൈതന്യപ്രകൃതികളെ അതിക്രമിച്ച ഉത്തമത്വം ഇരിക്കുന്നത് കൊണ്ടാണ് പരമപുരുഷനായ പരമാത്മാവിനെ ലൗകികമായും വൈദികമായും, അല്ലെങ്കിൽ സാമാന്യജനങ്ങളും പണ്ഡിതന്മാരും പുരുഷോത്തമൻ എന്ന് കീർത്തിക്കുന്നത്. ഊർധ്വമൂലമധശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം എന്ന് ആദ്യം വിവരിച്ചതായ ശ്ലോകത്തിലെ അശ്വത്ഥം എന്ന സംസാരവൃക്ഷം, ഈ പ്രപഞ്ചം, അതുതന്നെയാണ് ക്ഷരപുരുഷൻ. സംസാരവൃക്ഷത്തിൻ്റെ ബീജഭൂതമായ ചൈതന്യമാണ് അക്ഷരപുരുഷൻ. ഇവ രണ്ടിനെയും അതിക്രമിച്ച പരമാത്മാവാകട്ടെ പുരുഷന്മാരിൽ ഉത്തമൻ, പുരുഷോത്തമൻ എന്നും പറയപ്പെടുന്നു. പരമാത്മാവിനെ ഇങ്ങനെ അറിയുന്നത് കൊണ്ടുള്ള ഫലം എന്താണെന്ന് പറയുന്നു അടുത്ത ശ്ലോകത്തിൽ, 19ാമത്തെ ശ്ലോകം. യോ മാമേവമസമ്മൂഢോ ജാനാതി പുരുഷോത്തമം സ സർവവിദ് ഭജതി മാം സർവഭാവേന ഭാരത. ഭാരത, അല്ലയോ അർജുന, അസമ്മൂഢഃ അജ്ഞാനിയല്ലാത്ത, യഹ ഏതൊരുത്തൻ, ഏവം ഇപ്രകാരം, മാം എന്നെ പരമാത്മാവിനെ, പുരുഷോത്തമം പുരുഷോത്തമനെന്ന്, ജാനാതി അറിയുന്നുവോ, സഹ അവൻ, സർവവിത് എല്ലാം അറിയുന്നവനും, സർവഭാവേന സകല ഭാവം കൊണ്ടും, മാം എന്നെ പരമാത്മാവിനെ, ഭജതി ച ഭജിക്കുന്നവനും ആകുന്നു.
ആരാണോ ഇങ്ങനെ അജ്ഞാനം തീരെ നീങ്ങിയവനായിട്ട് എന്നെ പുരുഷോത്തമനാണ് എന്നറിയുന്നത്, അല്ലയോ ഭാരത, അവൻ സർവജ്ഞനായി ഭവിച്ച് എന്നെ എല്ലാ പ്രകാരത്തിലും ഭജിക്കുന്നു. ഈ ശ്ലോകത്തിലെ അസമ്മൂഢൻ എന്ന പദത്തിന് ശരീരമനോബുദ്ധികളുമായുള്ള താതാത്മ്യത്തിൽ നിന്നും അവയുടെ വിഷയങ്ങളിൽ നിന്നും വിമുക്തനായവൻ എന്നർത്ഥം. തെറ്റിദ്ധാരണകളെല്ലാം നീങ്ങിയ ജ്ഞാനി. ക്ഷരപുരുഷനും അക്ഷരപുരുഷനും സ്വന്തം സത്തയില്ലെന്നും യഥാർത്ഥ തത്വം നിരുപാധികമായ പുരുഷോത്തമനാണെന്നും വിവേചനം ചെയ്ത് ആ തത്വത്തിൽ ചിത്തത്തെ ഉറപ്പിച്ചവനാണ് അസമ്മൂഢൻ. ഇവിടെ കാണപ്പെടുന്ന ക്ഷരാക്ഷരങ്ങളെയെല്ലാം അവൻ പരമാത്മസ്വരൂപമായി തന്നെയാണ് കാണുന്നത്. മറ്റുള്ളവയെല്ലാം പരമാത്മാവിൽ കൽപ്പിതങ്ങളാണെന്നും തത്വം ഒന്നു മാത്രമാണെന്നും അറിഞ്ഞതുകൊണ്ട് തന്നെ അവൻ എല്ലാറ്റിനെയും അറിഞ്ഞവനാകുന്നു. ഭഗവത് തത്വജ്ഞാനത്തിൻ്റെ ഫലമായി മോക്ഷം സിദ്ധിക്കും എന്ന് പറഞ്ഞ ശേഷം ഈ അധ്യായത്തിലെ ഉപസംഹാര ശ്ലോകമായ 20-ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കുന്നു. ഇതി ഗുഹ്യതമം ശാസ്ത്രം ഇദമുക്തം മയാ നഘ ഏതദ്ബുദ്ധ്വാ ബുദ്ധിമാൻ സ്യാദ് കൃതകൃത്യശ്ച ഭാരത. അനഘ വിശുദ്ധനായ ഭാരത, അർജുന, ഇതി ഇപ്രകാരം, ഗുഹ്യതമം അതിരഹസ്യമായ, ഇതം ശാസ്ത്രം ഈ ശാസ്ത്രത്തെ, മയാ എന്നാൽ, ഉക്തം പറയപ്പെട്ടു അല്ലെങ്കിൽ ഉപദേശിക്കപ്പെട്ടു, ഏതത് ഇതിനെ, ബുദ്ധ്വാ അറിഞ്ഞിട്ട്, ബുദ്ധിമാൻ ബുദ്ധിയുള്ളവൻ, കൃതകൃത്യ കൃതകൃത്യനായി, ചെയ്യേണ്ടത് ചെയ്തവനായി, സ്യാദ് ഭവിക്കും. അല്ലയോ അർജുന, അത്യന്തം ഗോപ്യമായ ഈ ശാസ്ത്രം ഞാൻ ഇതാ ഉപദേശിച്ചു. ഈ പൊരുൾ അറിഞ്ഞവൻ അറിയേണ്ടതെല്ലാം അറിഞ്ഞു, ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു. അനഘ പാപരഹിതനായ അർജുന എന്നാണ് ഭഗവാൻ അർജുനനെ സംബോധന ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്ന കർമ്മം നമ്മിൽ പശ്ചാത്താപം ഉളവാക്കുന്നതാണെങ്കിൽ അത് വികാരമോ വിചാരമോ എന്തായാലും അത് പാപം തന്നെയാണ്. നമ്മളെ അസ്വസ്ഥരാക്കി തീർക്കുന്നതുമാണ്. അസ്വസ്ഥമായ മനസ്സിനും ബുദ്ധിക്കും അവയ്ക്ക് അതീതമായ ആത്മതത്വത്തെ വിചാരം ചെയ്യാൻ കഴിവുണ്ടാകില്ല. അതിനാൽ പാപരഹിതൻ എന്നതിന് പ്രശാന്തചിത്തൻ എന്ന് അർത്ഥം വരുന്നു. അങ്ങനെയൊരു വ്യക്തിക്ക് അത്യന്തം രഹസ്യമായ ഈ തത്വശാസ്ത്രം പകർന്നു കൊടുക്കാനും പറ്റുകയുള്ളൂ. പ്രത്യക്ഷം കൊണ്ടും അനുമാനം കൊണ്ടും ഇന്ദ്രിയങ്ങളെ കൊണ്ടും യുക്തി കൊണ്ടും ഒന്നും ഗ്രഹിക്കാനാവാത്തത് കൊണ്ടാണ് ഈ ശാസ്ത്രം ഗുഹ്യതമമാണ്, ഗോപ്യമാണ് എന്ന് പറയുന്നത്. ഇതറിഞ്ഞവൻ ജ്ഞാനിയും കൃതകൃത്യനുമായി ഭവിക്കുന്നു. കൃതകൃത്യൻ എന്നാൽ ചെയ്യേണ്ടതെല്ലാം ചെയ്ത് തീർത്തവൻ, ഇനി ഒന്നും ചെയ്യേണ്ടതായിട്ടില്ലാത്തവൻ എന്ന് അർത്ഥം. ജീവിതത്തിൽ ഈ തത്വം അറിയുക എന്നതാണ് കൃത്യമായിട്ടുള്ളത് എന്ന് ഭഗവാൻ നമ്മളോട് പറയുന്നു. മനുഷ്യജന്മം കൊണ്ട് സമ്പാദിക്കേണ്ടുന്ന പുരുഷാർത്ഥങ്ങളിൽ ഈ തത്വം അറിയുന്നതാണ് പരമപുരുഷാർത്ഥം, മനുഷ്യജന്മത്തിൻ്റെ പരമപ്രയോജനം. അതിനുശേഷം ഒരുവന് ചെയ്യേണ്ടതായിട്ട് ഒന്നുമില്ല എന്ന് സാരം. ഹരി ഓം. ഓം തത്സദ്. ഇതി ശ്രീമദ്ഭഗവദ്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുനസംവാദേ പുരുഷോത്തമയോഗോ നാമ പഞ്ചദശോധ്യായഃ. അത്യന്തം ഗോപ്യമായ ബ്രഹ്മവിദ്യയെ ഉപദേശിച്ചു തന്ന ശ്രേഷ്ഠമായ പുരുഷോത്തമയോഗം എന്ന ഈ അധ്യായം ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ശേഷം ഗീതാരതി. ജയ ഭഗവദ്ഗീതേ. ഓം ജയ ഭഗവദ്ഗീതേ. ഹരിഹിയ കമലവിഹാരിണി ഹരിഹിയ കമലവിഹാരിണി സുന്ദര സുപുനീതേ. ഓം ജയ ഭഗവദ്ഗീതേ. कर्म सुमर्म प्रकाशिनी कामासक्तिहरा. ओम कामासक्तिहरा
शक्तिहरा तत्त्वज्ञानविकाशिनि तत्त्वज्ञानविकाशिनि विद्या ब्रह्मपरा। ॐ जय भगवद्गीते। निश्चल भक्तिविधायिनि निर्मलमलहारि ॐ निर्मलमलहारि। शरणरहस्यप्रदायिनि शरणरहस्यप्रदायिनि सब विधि सुखकारी। ॐ जय भगवद्गीते। रागद्वेषविदारिणि कारिणि मोद सदा ॐ कारिणि मोद सदा। भवभयहारिणि तारिणि भवभयहारिणि तारिणि परमानन्दप्रदा। ॐ जय भगवद्गीते। आसुरभावविनाशिनि नाशिनि तमरजनि ॐ नाशिनि तमरजनि। दैवी सद्गुणदायिनि दैवी सद्गुणदायिनि हरिरसिका सजनी। ॐ जय भगवद्गीते। समदा सिखावनि हरिमुख की वाणी ॐ हरिमुख की वाणी। सकल शास्त्र की स्वामिनि सकल शास्त्र की स्वामिनि श्रुतियों की राणी। ॐ जय भगवद्गीते। दया सुधा बरसावनि माधु कृपा की जय ॐ माधु कृपा की जय। हरिपद प्रेम दान कर हरिपद प्रेम दान कर अपनो कर लीजय। ॐ जय भगवद्गीते। ॐ जय भगवद्गीते। ॐ जय भगवद्गीते।